NCT 2026 ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നിങ്ങളൊരു NCT ആസ്പിറന്റ് ആണെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണുക. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് NCTയുടെ ഒഫീഷ്യലായ റിസൾട്ട് സ്കോർ കാർഡ് ഔട്ട് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുട്ടികൾക്ക് സംശയങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. സ്കോർ കാർഡിനെ പറ്റിയും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കട്ട് ഓഫിനെ പറ്റിയും അതുപോലെ തന്നെ ഐറ്റപ്പിലെ 4 സ്റ്റേജുകളെ പറ്റിയും അതുപോലെ തന്നെ നമ്മളുടെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആയ എല്ലാ കാര്യങ്ങളൊക്കെ പറ്റി അതിനൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ NCT എൻട്രൻസ് എഴുതിയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്കോർ കാർഡിനെ പറ്റി പറയാം. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ സ്കോർ കാർഡ് വന്നതിന് ശേഷം സാർ എനിക്ക് എത്ര മാർക്കാണ് കിട്ടിയത്, ഈ മാർക്ക് വെച്ച് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് കിട്ടും, ഇതെങ്ങനെയാണ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് നിലവിൽ വന്നിട്ടുള്ള സ്കോർ കാർഡിലുള്ളതെന്ന് പറയുന്നത് പെർസെൻറ്റേജ് സ്കോറാണ്. ഇപ്പോൾ 100-ൽ നിങ്ങൾക്ക് പെർസെൻറ്റേജ് സ്കോറായിട്ട് ഒരു 80.25 ഡെസിമൽ പോയിന്റ്സ് ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു ഷിഫ്റ്റ് എഴുതിയത് നമുക്കറിയാം NCT 2 ഷിഫ്റ്റുകളായിട്ടാണ് ഇപ്രാവശ്യം നടന്നത്. അപ്പോൾ നിങ്ങൾ എഴുതിയ ഷിഫ്റ്റ്, ഉദാഹരണം നിങ്ങൾ എഴുതിയ ഷിഫ്റ്റ് 1 ആണെങ്കിൽ ഷിഫ്റ്റ് 1-ൽ ഇപ്പോൾ ഉദാഹരണം പൊളിറ്റിക്കൽ സയൻസ് സബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് സബ്ജക്റ്റിൽ ആ ഷിഫ്റ്റിൽ എഴുതിയ ആൾക്കാരെക്കാളും നിങ്ങൾക്കൊരു 80 നിങ്ങളെ പെർസെൻറ്റേജ് സ്കോർ കാർഡിൽ 80.25 എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സാം എഴുതി 80% ആളുകളെക്കാളും കൂടുതൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് കരുതി നിങ്ങളുടെ മാർക്ക് എന്നല്ല അതിനർത്ഥം. ആ ഒരു എൻട്രൻസ് എഴുതിയ, ആ ഒരു ഷിഫ്റ്റിൽ എഴുതിയ, ആ ഒരു പേപ്പർ എഴുതിയ ആളുകളിൽ 80% ആളുകളെക്കാൾ കൂടുതലാണ് നിങ്ങൾക്കുള്ള സ്കോർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കഴിഞ്ഞ വർഷം ആദ്യം പെർസെൻറ്റേജ് സ്കോർ വന്നിട്ടുണ്ടായിരുന്നു, ശേഷം പിന്നെ ഒഫീഷ്യലായിട്ട് അവർ സ്കോർ കാർഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്കോറും ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വർഷം അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. അതാണ് ഈ സ്കോറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു, സാർ യൂണിവേഴ്സിറ്റികൾക്ക് എങ്ങനെയാണ് ഈ സ്കോർ കാർഡ് വെച്ചിട്ട് മാർക്ക്, യൂണിവേഴ്സിറ്റീസ് എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കാമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിൽ ക്ലാരിഫൈ ചെയ്യാനുള്ളത്, ചില യൂണിവേഴ്സിറ്റികൾ നമ്മളുടെ സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്റ്റുകളുടെ പെർസെൻറ്റേജ് സ്കോർ വെച്ചിട്ടാണ് അത് അവരെടുക്കുക. ചിലതൊക്കെ അവർ ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ചില യൂണിവേഴ്സിറ്റികൾ ടോട്ടൽ എല്ലാ സബ്ജക്റ്റുകളുടെയും സ്കോർ വെച്ചിട്ടാണ് എടുക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടാണ് പ്രധാനമായും പറയാനുള്ളത്. പിന്നെ വരുന്നത്, നമുക്ക് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് കട്ട് ഓഫുകളെ പറ്റിയിട്ട്, യൂണിവേഴ്സിറ്റീസിൻ്റെ കട്ട് ഓഫ്. അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ യൂണിവേഴ്സിറ്റീസ് ആണ്. നമുക്കത് കട്ട് ഓഫ് എന്ന് പറഞ്ഞ ഒഫീഷ്യലായിട്ട് ഒരു യൂണിവേഴ്സിറ്റിയും ഇറക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓരോ യൂണിവേഴ്സിറ്റീസും ഡിഫറെൻറ്റ് കട്ട് ഓഫ്സ് ആണ്. കാരണം ചില യൂണിവേഴ്സിറ്റികൾക്ക് ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്യും. ഉദാഹരണം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എടുക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ അതിൽ ടോപ്പിൽ വരുന്ന, നമുക്ക് ഉദാഹരണം BA BEd ഇംഗ്ലീഷ് ആണ് വിചാരിക്കുക, അതിൽ 25 സീറ്റ്സ് ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം 100-110 ആപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ടാവും. അപ്പോൾ ടോപ്പിലുള്ള 25 ആൾക്കാരാണ് എടുക്കുക. അത് ഓരോ കാറ്റഗറീസ് ഉണ്ടാവും, ജനറൽ, EWS, OBC, SC, ST കാറ്റഗറീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആദ്യം വരുന്ന 25 ആൾക്കാരാണ് എടുക്കുക. അപ്പോൾ ഡിഫറെൻറ്റ് കട്ട് ഓഫ്സ് ആണ് ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസിൽ. സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ഒരു കട്ട് ഓഫ് അവർ റിലീസ് ചെയ്യുന്നില്ല. അതാണ് കട്ട് ഓഫുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറയാനുള്ളത്. പിന്നെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഡൗട്ടായിരുന്നു ഐറ്റപ്പിൻ്റെ 4 സ്റ്റേജുകളെ പറ്റിയിട്ട്. അപ്പോൾ അത് ക്ലിയറായി ഞാൻ പറഞ്ഞുതരാം. ആദ്യം വരുന്ന ഫൗണ്ടേഷൻ എന്നാണ്. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ 1ാം ക്ലാസ്, 2ാം ക്ലാസ്, പിന്നെ അതിന് താഴേക്കുള്ള ബാൽവാടി, അംഗൻവാടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിൻ്റെയൊക്കെയാണ് ഏകദേശം 5 years ആയിട്ട് വരുന്നതാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് പ്രിപ്പറേറ്ററി ആണ്. പ്രിപ്പറേറ്ററി ഉദ്ദേശിക്കുന്നത് 3ാം ക്ലാസ്, 4ാം ക്ലാസ്, 5ാം ക്ലാസ്സിലേക്കാണ് പ്രിപ്പറേറ്ററി എന്ന് പറയുന്നത്. പിന്നെ മിഡിൽ എന്ന് പറയുന്നത് 6, 7, 8ാം ക്ലാസ് ആണ്. പിന്നെ സെക്കൻഡറി എന്ന് പറയുന്നത് 8, 9, 10 അതുപോലെ തന്നെ 9, 10, +1, +2 ആണ്. 9, 10, +1, +2 ആണ് സെക്കൻഡറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇത് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ BA BEd സെക്കൻഡറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു BA BEd ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, BA BEd സെക്കൻഡറി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ 9ാം ക്ലാസ്, 10ാം ക്ലാസ്, +1, +2 പോലുള്ള ക്ലാസ് എടുക്കാൻ എലിജിബിൾ ആണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി BA BEd മിഡിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 6, 7, 8 എന്നുള്ള ക്ലാസ്സുകൾക്ക് എടുക്കാൻ എലിജിബിൾ ആണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനിയിപ്പോൾ പ്രിപ്പറേറ്ററി ആണെങ്കിൽ ആ ഒരു ക്ലാസ്സിനാണ് 3, 4, 5 എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഫൗണ്ടേഷൻ ആണെങ്കിൽ 1ാം ക്ലാസ്, 2ാം ക്ലാസ്, ബാൽവാടി പോലുള്ള ക്ലാസ്സുകൾക്ക് എടുക്കാൻ നിങ്ങൾ എലിജിബിൾ ആണെന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, സാർ ആപ്ലിക്കേഷൻസ് വിളിച്ചോ, യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമായോ, കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ സ്റ്റുഡൻസ് ചോദിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ യൂണിവേഴ്സിറ്റി NCT എൻട്രൻസ് എക്സാം അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഇതിൽ നമ്മൾ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ, നമുക്ക് വേണ്ട യൂണിവേഴ്സിറ്റികൾ നമ്മളതിൽ കൊടുക്കുന്നുണ്ട്, പേര് കൊടുക്കുന്നുണ്ട്. സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻട്രൻസ് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ അതിൽ ആ യൂണിവേഴ്സിറ്റികൾ നമ്മളിനി റാങ്ക് ലിസ്റ്റ് വരുന്ന വെയിറ്റ് ചെയ്താൽ മതിയോ, വേറെ ഒന്നും ചെയ്യണോ, എന്തെങ്കിലും ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ക്ലിയർ ചെയ്യാനുള്ളത്, നിങ്ങൾ NCT അപ്ലൈ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടോ ആ യൂണിവേഴ്സിറ്റികൾക്കൊക്കെ നിങ്ങൾ എൻട്രൻസ് ചെയ്തതിന് ശേഷം, ഈ സ്കോർ കാർഡ് വന്നതിന് ശേഷം അതിൻ്റെ ഓരോ യൂണിവേഴ്സിറ്റികൾ സെപ്പറേറ്റ് ആയിട്ട് പോർട്ടലിൽ ആപ്ലിക്കേഷൻ വിളിക്കും. നിങ്ങളത് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ ഓരോ യൂണിവേഴ്സിറ്റികളിലെ പോർട്ടലിൽ കയറ്റി നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. അല്ലാതെ ഓട്ടോമാറ്റിക്കലി നമ്മൾ NCT അപ്ലൈ ചെയ്യുമ്പോൾ കൊടുത്തെന്ന് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും റാങ്ക് ലിസ്റ്റിൽ വരില്ല. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓരോ യൂണിവേഴ്സിറ്റി
യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ അതെങ്ങനെ അറിയാമെന്ന് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ഓരോ യൂണിവേഴ്സിറ്റികളുടെയും സെപ്പറേറ്റ് പോർട്ടലിൽ പോയി തന്നെ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാലേ അത് നമുക്ക് അഡ്മിഷൻ ഉറപ്പാക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ അഡ്മിഷൻ്റെ ആ ഒരു ഇതിൽ നിന്ന് തന്നെ പുറത്തായി പോകും. അപ്പോൾ അത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ എന്താ പറയുക, ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെ സാറേ ഈ ഒരു അപ്ഡേഷൻസ് കാര്യങ്ങൾക്ക് അറിയാമെന്നുള്ളതൊക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അപ്ഡേഷൻസ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ളൊരു നമ്മളൊരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. ഹെൽപ്പ് ഡെസ്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നമ്മൾ അതുപോലെ തന്നെ ഒരു കട്ട് ഓഫ് ലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, ഒരു യൂണിവേഴ്സിറ്റികൾ കട്ട് ഓഫ് ലിസ്റ്റ്. അതുപോലെ തന്നെ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് അതിൻ്റെ അപ്ലിക്കേഷൻ വിളിക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു PDF ആൻഡ് അതുപോലെ തന്നെ ഒരു ഷീറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ഹെൽപ്പ് ഡെസ്കിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് NCT എൻട്രൻസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കുക. താങ്ക് യു.